ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ യോഗങ്ങളിൽ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് രൂക്ഷ വിമർശനം. ഘടകകക്ഷികൾക്ക് സീറ്റുകൾ വാരിക്കോരി നൽകിയതിലും സർവേ നടത്തി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതിലും താഴെത്തട്ടിലെ നേതാക്കൾ രൂക്ഷ വിമർശനമാണ് ഉയർത്തുന്നത്. പ്രധാന ഘടകകക്ഷികളായ BDJS-ഉം 2020-യും അരാഷ്ട്രീയ സംഘടനകളാണെന്ന് നിയോജകമണ്ഡല തലത്തിൽ നടന്നുവരുന്ന വിശകലന യോഗങ്ങളിൽ നേതാക്കൾ തുറന്നടിച്ചു. കോർപ്പറേറ്റ് കമ്പനികളെപ്പോലെ കോർഡിനേറ്റർമാരെ നിയമിക്കുകയും പിരിച്ചുവിടുകയും ചെയ്യുന്ന സംവിധാനമുള്ള പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ ചുമക്കേണ്ടി വന്നു. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്തിയതിന്റെ യാതൊരു ഫലവും തെരഞ്ഞെടുപ്പിലുണ്ടായില്ലെന്ന് പ്രാദേശിക നേതാക്കൾ തുറന്നടിച്ചു. 2020-ക്ക് 19 സീറ്റ് നൽകിയത് സംസ്ഥാന നേതൃത്വത്തിന്റെ വീഴ്ചയാണ്. സംഘപരിവാർ പ്രവർത്തകർ ചോര കൊടുത്ത പാർട്ടിയെ നിർണായക ശക്തിയാക്കിയ മണ്ഡലങ്ങളിൽ ആളില്ല പാർട്ടികൾക്ക് നൽകിയത് പ്രവർത്തകരുടെ കരൾ പറിച്ചെടുക്കുന്നതിന് തുല്യമായ നടപടിയായി. ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകുന്നത് സംബന്ധിച്ച തീരുമാനമെടുത്തത് കേന്ദ്ര നേതൃത്വമാണെന്ന വിശദീകരണമാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്ന സംസ്ഥാന നേതാക്കൾ നൽകിയത്. സർവേയിലൂടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നത് കേരളത്തിന് യോജിച്ച രീതിയല്ല. ഓരോ തെരഞ്ഞെടുപ്പിലും കേരളത്തെ പരീക്ഷണശാലകളായി കണക്കാക്കുകയാണ് ദേശീയ നേതൃത്വമെന്ന് ചില നേതാക്കൾ പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേരുള്ളയാളാണോ സ്ഥാനാർത്ഥി എന്ന പ്രാഥമിക പരിശോധന നടത്താതിരിക്കുകയും അതുമൂലം സ്ഥാനാർത്ഥിയെ മാറ്റേണ്ടി വരികയും ചെയ്തത് നാണക്കേടായി. തങ്ങൾക്കൊന്നും അറിയില്ലെന്ന ക്ഷമാപണത്തോടെയാണ് ഘടകകക്ഷി സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളിൽ എത്തിയതെന്നും വിമർശനമുയർന്നു. പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി ഉണ്ടോ എന്ന് ചോദിച്ച് 2020 നേതാക്കൾ നടക്കുകയായിരുന്നു. നേരത്തെ BJP ഒഴിവാക്കിയ ചില നേതാക്കൾ 2020 സ്ഥാനാർത്ഥികളായി വന്നു. സ്ഥാനാർത്ഥികളിൽ പലർക്കും രാഷ്ട്രീയ പ്രവർത്തനമോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമോ അറിയില്ലായിരുന്നു തുടങ്ങിയ വിമർശനങ്ങളാണ് ഉയർന്നത്.